എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട കുറുമയാണ്. നമുക്കിത് അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തി, ഇടിയപ്പം, പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. രാവിലെയൊക്കെ ആണെങ്കിലും നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ടക്കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു മുട്ടക്കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 6 മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3 വലിയ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്താണ്. ഒരു മീഡിയം വലിപ്പമുള്ള സവാളയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4 എണ്ണം വരെയൊക്കെ എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഇതിലേക്ക് ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ, അതായത് 1-ാം പാൽ ഞാനിവിടെ 1 ഗ്ലാസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-ാം പാൽ ഒരു 1/2 ഗ്ലാസ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള തേങ്ങ ഞാൻ മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 10ഓളം കാഷ്യൂനട്ടാണ്. ഇത് നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ചേർത്ത് കൊടുത്താൽ കറിക്ക് കുറച്ചും കൂടി നല്ലൊരു രുചി ഉണ്ടാവും. ഈ ഒരു കാഷ്യൂനട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ നല്ല ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കുതിർത്ത വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒട്ടും തരികളില്ലാതെ നല്ല ഫൈനായിട്ട് ഞാൻ ഇവിടെ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചട്ടിയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു മുട്ടക്കുറുമ നമ്മൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ചെറിയ 2 പീസ് ഇതുപോലെ കറുവപ്പട്ടയും ഒരു 3 ഗ്രാമ്പുവാണിത്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ച് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. തീ നമ്മൾ നന്നായിട്ട് കുറച്ചിട്ടിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മളങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് തന്നെ അതങ്ങ് വാടി വന്നോളും. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ തുറന്നു കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തീരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചതച്ചെടുത്താണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം സവാള ഇവിടെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2-3 മിനിറ്റ് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും സവാള നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടും. അപ്പോൾ സവാള ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തീരെ ചെറിയൊരു നല്ല പഴുത്ത തക്കാളിയാണ്. ഒരുപാട് വലിയ തക്കാളിയൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് തീരെ ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുത്ത് വേവിക്കാം. അപ്പോഴത്തേക്ക് ഒരു തക്കാളി നല്ല പോലെ തന്നെ ഒന്ന് ഉടഞ്ഞു വന്നോളൂ. അപ്പോൾ ഏകദേശം ഒരു തക്കാളി നല്ല പോലെ തന്നെ വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നല്ല പോലെ തന്നെ ഉടച്ചു കൊടുക്കാം ഒരു തക്കാളിയൊക്കെ. അപ്പോൾ തക്കാളി ഇവിടെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ.
ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യമേ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു എരിവ് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ കുരുമുളക് പൊടി വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീയെ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ഗ്ലാസ് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യമേ അരച്ചെടുത്ത് വെച്ചിരുന്ന ഒരു കാഷ്യൂനട്ട് ആണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ ഇതങ്ങ് തിളച്ച് കയറി വരരുത്. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് ഇനിയും 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണേ, എങ്കിലേ ആ ഒരു കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവത്തുള്ളൂ. വീണ്ടും ഇതിലേക്ക് അധികം എരിവില്ലാത്തൊരു 3 പച്ചമുളകും കൂടെ നമുക്ക് കീറിയിട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു എരിവ് നോക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരുന്ന ഒരു മുട്ടയെല്ലാം ഇതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് കൈവിടാതെ നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അതിനകത്തുനിന്ന് ചൂട് കയറി വരണം. നന്നായിട്ട് തന്നെ ഈ ഒരു കറി ഒന്ന് ചൂടായിട്ട് വരണം, തിളച്ച് പോവരുത്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കറി ഇവിടെ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ലാസ്റ്റ് ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം നമുക്ക് 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് അപ്പവും ഇടിയപ്പവും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു മുട്ടക്കുറുമ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു ചാനലിൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.